നമ്മൾ കുറച്ച് ഭാഗങ്ങളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അതായത് ഏതാണ്ട് ഒരു 90% ഭാഗങ്ങൾ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നിങ്ങൾ പഠിക്കാത്ത ഒരു ഭാഗമാണ് ഇപ്പൊ ഹോമോജീനിയസ് എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാക്കുന്നത്. അങ്ങനെ അങ്ങോട്ട് ചോദിക്കാറില്ല, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ഒരെണ്ണതുപോലെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോ ഇവിടെ പറയുന്നത് നിങ്ങൾ പഠിക്കാത്ത കുറച്ച് ഭാഗത്തുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഭാഗമാണ്. ഓക്കെ, അപ്പൊ അത് കുറച്ചേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഒരു 4 ഫോർമുലയാണ്. 4 ഫോർമുല പഠിക്കണം. ഫോർമുല നമുക്ക് പരിചയമുള്ള ഫോർമുലയാണ്. അപ്പൊ അത് പഠിക്കുന്നത് കൊണ്ട് ഉപകാരമുണ്ട്. കാരണം അത് ഡയറക്റ്റ് ഇത് വെച്ച ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ അപ്പൊ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പരമാവധി ഫോർമുലാസ് ഞാൻ എന്താ ചെയ്യാറുള്ളത്, കുറയ്ക്കുകയാണ് ചെയ്യാറുള്ളത് അല്ലെ. പരമാവധി കുറച്ച് പഠിച്ചാൽ മതി. പക്ഷെ ഇത് പഠിക്കുന്നത് കൊണ്ട് ഇതുപോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് പഠിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ട കാര്യം, നമുക്ക് കുറെ സമയം കൺസ്യൂം ചെയ്യാം. ഒരുപാട് ഇക്വേഷൻസ് പഠിക്കണ്ട. ഇങ്ങനെ കുറച്ച് ഇക്വേഷൻസ് പഠിപ്പിച്ചാൽ ഒരുപാട് പ്രോബ്ലം ചെയ്യാന്നുണ്ടെങ്കിൽ ആ ഇക്വേഷൻസ് പഠിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഓക്കെ, അപ്പൊ ഒരുപാടൊന്നും വാരി അടിച്ച് പഠിക്കണ്ട. വളരെ കുറച്ച് അത്യാവശ്യമുള്ള ഒരു 4 ഇക്വേഷൻ ടീച്ചറുടെ എഴുതി തന്നിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, കണ്ടാൽ തന്നെ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് നോക്കുക, ഇത്രേ ഉള്ളൂ. ടി ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് വൈ ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഓർ മൈനസ് ഡി വൈ. അതായത് അറിയാലോ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ഡി എക്സ് പ്ലസ് ഡി വൈ. ഇനി മൈനസ് ആണെങ്കിൽ ഡി എക്സ് മൈനസ് ഡി വൈ. ഇത്രേ ഉള്ളൂ. ഡെറിവേറ്റീവിലേക്ക് എഴുതാം. നെക്സ്റ്റ് എന്താ, പ്രൊഡക്റ്റ് റൂൾ ആണ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എന്താണ്, എക്സ് ഡി വൈ അല്ലെ. ആദ്യത്തെ അങ്ങനെ തന്നെ എഴുതുക. എക്സ് ഇൻറ്റു രണ്ടാമത്തെ ഡെറിവേറ്റീവ് പ്ലസ് രണ്ടാമത്തെ ഇൻറ്റു ആദ്യത്തെ ഡെറിവേറ്റീവ്. അതിനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലെ. ഇനി തേർഡ് വൺ എന്താ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. അതെന്താ സംഭവം, മുകളിലത്തെ ഡെറിവേറ്റീവ് ഇൻറ്റു താഴത്തെ. അപ്പൊ എന്താ വരിക, എക്സിന്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഇൻറ്റു വൈ ഡി എക്സ് മൈനസ് താഴത്തെ ഡെറിവേറ്റീവ് ഡി വൈ ഇൻറ്റു മുകളിലത്തെ എക്സ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. അത് തന്നെയാണ് അടുത്തത്. അവിടെ എക്സ് ബൈ വൈ ആണെങ്കിൽ ഇവിടെ വൈ ബൈ എക്സ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയണതല്ലേ. എന്തിനാണ് പഠിക്കുന്നത് പറയുമ്പോൾ ഇപ്പുറത്തേക്കാണ് പഠിക്കേണ്ടത്. ഇത് പഠിക്കേണ്ടത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ സൈഡിലേക്കാണ് പഠിക്കേണ്ടത്. അതായത് ഇങ്ങനെ ഒരു ഫോം കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റണം. എന്താണ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അല്ലെങ്കിൽ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഡി ഓഫ് എക്സ് വൈ ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഈ സ്റ്റെപ്പ് ഡയറക്റ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യും, ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത്. ഇതൊക്കെ ഇത് കണ്ടാൽ നമുക്കറിയാം ഇതിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇത് എന്തിന്റെ ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം, എക്സ് ബൈ വൈ ഡെറിവേറ്റീവ് ആണെന്ന് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഈ ഭാഗമാണ് പഠിച്ചു വെക്കുന്നത്. ഓക്കെ, അതായത് ഈ ഭാഗം കോൺസെൻട്രേറ്റ്, ഇത് ഭാഗങ്ങൾ പഠിക്കാനല്ല പറയുന്നത്, ഇത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കുക. അതായത് ഇങ്ങനെ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ആണെന്ന് കാണണം. അല്ലെങ്കിൽ എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് കണ്ടു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ആണെന്ന് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ ഇതാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യൂ. നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് നമുക്ക് ചെയ്യാം. മക്കളെ 2014 ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണത്. എന്താണ്, ദ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യാണ് വേണ്ടത് അല്ലെ. കെ എക്സ് മൈനസ് വൈ സ്ക്വയർ, ഇവിടെ എഴുതാണ് കെ എക്സ് മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് കെ വൈ ഡി എക്സ്. ഇതാണ് നമുക്ക് കാണുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഓപ്ഷൻസ്, എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ഈക്വൽ ടു 3kxy പ്ലസ് സി. സെക്കൻഡ് ഓപ്ഷൻ എന്താണ്, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3kxy പ്ലസ് സി. തേർഡ് ഓപ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് 2kxy പ്ലസ് സി. ഫോർത്ത് ഓപ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2kxy പ്ലസ് സി. ഫിഫ്ത് ഓപ്ഷൻ എക്സ് ക്യൂബ് മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു 3kxy പ്ലസ് സി. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം നിങ്ങളുടെ ചോദ്യം സോൾവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ നോക്കേണ്ടത്, വാരിയബിൾ സെപ്പറബിൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ നോക്കേണ്ടത്. അപ്പൊ വാരിയബിൾ സെപ്പറബിൾ പറ്റില്ല. കാരണം ഡിവൈന്റെ കൂടെ ആര് രണ്ടുപേരും മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്, എക്സും വൈയും കൂടെ മിക്സ് ചെയ്താണ് വന്നിരിക്കുന്നത്, കെ എക്സും വൈ സ്ക്വയർ. അപ്പൊ എന്തായാലും വാരിയബിൾ സെപ്പറബിൾ വെച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. പിന്നെ നമുക്ക് എന്താണ്, നമ്മുടെ ഫോം അല്ല, ഏത് ഫോം അല്ല, dy by dx ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഡിവിഷൻ ഒക്കെ വരും. അപ്പൊ നമുക്ക് ലീനിയർ ഡിഫറൻഷ്യൽ എന്നുള്ള ഫോമില് ഭംഗിയൊക്കെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു നോക്കുക അവിടെ. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഉള്ളത് ഇനി ഇക്വേഷൻ ഫോമുല വെച്ച് വല്ലതും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നോക്കൂടെ, ഇവിടെ കെ എക്സ് ഉണ്ട്, ഇവിടെ കെ വൈ ഉണ്ട് അല്ലെ. കെ എക്സ് ഉണ്ട്, കെ വൈ ഉണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഡി വൈനെ ഉള്ളിൽ കൊടുക്കാം. ഉള്ളിൽ കൊടുക്കുമ്പോൾ എന്ത് വരും, കെ എക്സ് ഡി വൈ മൈനസ് വൈ സ്ക്വയർ ഡി വൈ ഈക്വൽ ടു
എക്സ് സ്ക്വയർ ഡി എക്സ്, ഡി എക്സിനുള്ളിലേക്ക് കൊടുക്കണം കേട്ടോ, മൈനസ് കെ വൈ ഡി എക്സ്. ഈ സ്റ്റെപ്പ് ഒക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഇനി എന്ത് ചെയ്യാൻ ടീച്ചർ നോക്കൂ, രണ്ട് ടേം സ്ക്വയർ ഉള്ളതാണ്, രണ്ട് ടേം എന്താണ് ഫസ്റ്റ് ഡിഗ്രി ആണ്. കെ എക്സും പിന്നെ വൈ ഉള്ളതുണ്ട്, പിന്നെ അവരുടെ സ്ക്വയറുകളുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഡിഗ്രികളെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരുന്നത്, അവിടെ കെ എക്സ് ഡി വൈ ഇവിടെ നിർത്തി, ഈ കെ വൈ മൈനസ് കെ വൈ പ്രതി വരുമ്പോ എന്തായി, പ്ലസ് ആയി, പ്ലസ് കെ വൈ ഡി എക്സിന് പ്രത്യേകം കൊണ്ടുപോകും, സ്ക്വയറുകൾക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എക്സ് സ്ക്വയർ ഡി എക്സ് പ്ലസ് വൈ സ്ക്വയർ ഡി എക്സ്, അതായത് മൈനസ് വൈ സ്ക്വയർ ഡി വൈ, സോറി ഡി വൈ, മൈനസ് വൈ സ്ക്വയർ ഡി വൈ അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ഡി വൈ സ്ക്വയർ ഡി വൈ ആയി, അല്ല മക്കളെ? അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇനി ഇവിടെ നോക്കി, ഇവിടെ രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് ആരുണ്ട്, കെ ഉണ്ട് അല്ലെ? ടീച്ചർ ഈ സ്റ്റെപ്പ് തന്നെ ആരെ പുറത്തേക്ക് വലിക്കണം, കെനെ പുറത്തേക്ക് വലിക്കണം കേട്ടോ. അവിടെ എന്ത് ചെയ്തു, കെനെ പുറത്തേക്ക് വലിച്ചു. ഇതെന്താ നമ്മൾ പഠിച്ച ഇക്വേഷൻ അല്ലേ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ പ്ലസ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് അല്ലേ? അതെന്താ സംഭവം, കെ ഇൻറ്റു എന്താണ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ. പിന്നെ ഇവിടെ ഇവിടെ എളുപ്പമാണ്, എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് സ്ക്വയറിന്റെ കൂടെ ഡി എക്സ് ഉണ്ട്, പ്ലസ് വൈ സ്ക്വയർ ഡി വൈ, വൈ സ്ക്വയറിന്റെ കൂടെ ഉണ്ട് ഡി വൈ ഉണ്ട്. അവിടെ കലർപ്പൊന്നുമില്ല, അവിടെ സെപ്പറേറ്റ് ചെയ്ത് കിടക്കുന്നത് ഡി എക്സിന്റെ കൂടെ എക്സ്, വൈ ഡി വൈയുടെ കൂടെ വൈന്റെ ഫംഗ്ഷൻ അല്ലെ? ഇനി എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ എല്ലാവർക്കും ഇന്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, രണ്ട് സൈഡിലും എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. കോൺസ്റ്റന്റിനെ പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ഓക്കെ, പിന്നെ ആരുണ്ടാവുക, ഇന്റഗ്രലും ഡെറിവേറ്റീവും കൂടി കൂടി പോയി, ആര് മാത്രമായി, എക്സ് വൈ മാത്രമായി. ഓക്കെ, ഇന്റഗ്രലും ഡെറിവേറ്റീവും കൂടി ക്യാൻസൽ ആയി പോയി, പിന്നെ ആര് മാത്രമേ ഉള്ളൂ, എക്സ് വൈ, which is equal to ഇവിടെ എന്താണ്, എക്സ് സ്ക്വയർ ഡി എക്സ്, എക്സ് സ്ക്വയറിന്റെ എന്താണ്, എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് വൈ സ്ക്വയറിന്റെ എന്താണ്, വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 അല്ലെ? ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്ലസ് സി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്താണ്. ഓക്കെ, അപ്പൊ എക്സ് ക്യൂബ്, നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് അങ്ങനെ ഉള്ളൂ അല്ലെ? ഇതിന് ഓപ്ഷൻ കിട്ടും. ഏതായിരിക്കും ഓപ്ഷൻ, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ആണ്. അതുള്ളത് ആര് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇവിടെ ക്യൂബ് എന്തായാലും വരുന്നുണ്ട്. അപ്പൊ തേർഡ് ഓപ്ഷൻ അല്ല, ഫോർത്ത് ഓപ്ഷൻ അല്ല, ഫിഫ്ത് ഓപ്ഷൻ അല്ല, കാരണം ഇവിടെ എക്സ് ക്യൂബ് മൈനസ് വൈ സ്ക്വയർ ആണ്, അതൊക്കെ ക്യാൻസൽ ചെയ്യും. പിന്നെ എക്സ് ക്യൂബിലൂടെ ക്യൂബ് ഉള്ളത് രണ്ട് ഓപ്ഷൻ ഉള്ളൂ, പക്ഷെ ഇവിടെ നടുവിൽ എന്താണ്, പ്ലസ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഓപ്ഷൻ, ഓപ്ഷൻ ബിയിൽ മാത്രമേ പ്ലസ് ഉള്ളൂ, എയിൽ പ്ലസ് ഇല്ല. അപ്പൊ അതിനത് ക്യാൻസൽ ചെയ്യും. നമുക്ക് നോക്കാം ശരിയാണോ എന്ന്. നമുക്ക് എന്ത് ചെയ്യാം, 3 ഒരു ബൈ 3 ഉണ്ടല്ലോ അല്ലെ, ഇവിടെ ബൈ 3 ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഫുൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും, 3kxy ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് പ്ലസ് 3c അല്ലെ? ആ പ്ലസ് 3cനെ ടീച്ചർ ഇപ്പുറത്തി കൊണ്ടുവരും. അപ്പൊ മൈനസ് 3c, ആ മൈനസ് 3നെ നിങ്ങൾ വിളിക്കും, ഒരു C1 എന്തെങ്കിലും വിളിക്കും, സി എന്ന് മാറ്റി വിളിക്കും. കോൺസ്റ്റന്റ് എന്തെങ്കിലും വിളിച്ചാലൊന്നും പ്രശ്നമില്ല. അപ്പൊ ഏതാ ഓപ്ഷൻ വരിക, എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഈക്വൽ ടു 3kxy പ്ലസ് കോൺസ്റ്റന്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് ഈ സ്റ്റെപ്പ് ഒന്നും കണ്ട എവിടേക്ക് എത്തി, ഡയറക്റ്റ് ഇവിടെ നോക്കിയാൽ തന്നെ എന്ത് കിട്ടി, ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണെന്ന് കിട്ടി. വളരെ സിമ്പിൾ ആണല്ലോ. ഇതിപ്പോ ഈ ഫോമുല ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടിയത്. അതിവിടെ നോക്കി, ഇത് നിങ്ങൾക്ക് ചെയ്ത് ശീലമുണ്ടോ, നോക്കി ഒറ്റ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങും. ഓ, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്, എക്സ് ഡി വൈ ഉണ്ടാവും, വൈ ഡി എക്സ് ഉണ്ടാവും. ഇവിടെ രണ്ട് സ്ക്വയറുകളാണ്, അപ്പൊ സ്ക്വയറുകൾ ഒരു സൈഡിലേക്ക് എടുക്കാം, പിന്നെ എന്താണ് ഫസ്റ്റ് ഡിഗ്രിയിലെ ഒരു സൈഡിലേക്ക്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കത്തും, പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്യുക. ആ പ്രോബ്ലംസ് ഒക്കെ പഠിക്കുക, അതുപോലെ പ്രോബ്ലംസ് ധാരാളം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒന്ന് നോട്ട് ചെയ്യും മക്കളെ. ഇത് 2001 ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അത് ഇപ്പൊ മാത്രമല്ല, വളരെ പണ്ടേ ചോദിച്ചുകൊണ്ടിരിക്കും. ടീച്ചർ സെലക്റ്റീവ് ആയിട്ട് അവിടെ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ദ ജനറൽ സൊല്യൂഷൻ ഓഫ് y dx minus x dy equal to minus 3x square y square e raised to x cube dx equal to 0 is equal to ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അല്ലേ? അപ്പൊ എന്താണ് ഓപ്ഷൻസ്, x by y equal to e raised to x cube plus c. സെക്കൻഡ് ഓപ്ഷൻ y by x equal to e raised to x cube plus c. തേർഡ് ഓപ്ഷൻ x into y equal to e raised to x cube plus c. ഫോർത്ത് ഓപ്ഷൻ xy into e raised to x cube equal to c. ഫിഫ്ത് ഓപ്ഷൻ xy equal to e raised to x plus c. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. അപ്പൊ നോക്കുക, അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടോ, y dx x dy ഇത് കണ്ടാൽ തന്നെ അപ്പൊ എന്തിലേക്ക് പോകണം, നമ്മുടെ ഫോമിലേക്ക് പോകണം. പക്ഷെ ഇവിടെ പ്ലസ് ആണെങ്കിൽ എന്ത് വന്നേനെ, y dx പ്ലസ് x dy ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് xy ആണ് അല്ലെ? മൈനസ് വരുന്നത് എപ്പോഴാണ്, കോഷൻ റൂളിലാണ് സെന്ററിൽ എന്ത് വരിക, മൈനസ് വരിക അല്ലെ? അപ്പൊ എന്തായിരിക്കും, ഓക്കെ, കോഷൻ റൂൾ ആണെന്ന് മനസ്സിലാക്കുക. സെന്ററിൽ മൈനസ് ആയതുകൊണ്ട് കോഷൻ റൂൾ ആണെന്ന് മനസ്സിലാക്കുക.
പ്ലസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ ആണ്, അപ്പൊ എക്സ് വൈയുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അല്ല മൈനസ് ആണെന്നുണ്ടെങ്കിൽ കോഷ്യൻ റൂൾ ആയിരിക്കും, ഒന്നുകിൽ y ബൈ എക്സ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ് ബൈ വൈ ആയിരിക്കും. ഇനി അതിന്റെ സൂത്രം പറയുന്നത് നോക്കുക, ആരുടെ ഡെറിവേറ്റീവ് ആണ് ആദ്യം കണ്ടിരിക്കുന്നത്? ആരുടെ ഡെറിവേറ്റീവ് ആണ് ആദ്യം കണ്ടിരിക്കുന്നത്? എക്സിന്റെ ഡെറിവേറ്റീവ് അല്ലേ, അതായിരിക്കും ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. ഓക്കെ, അതായിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക ന്യൂമറേറ്ററിൽ. അപ്പൊ മുകളിൽ എക്സിനും താഴെ എന്ത് വരുന്നത്? y ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കോട്ടാ, dx ഇൻറ്റു ഡിനോമിനേറ്റർ മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ ഡി ഹോൾ ഡിവൈഡ് ബൈ എന്ത് കൂടെ വേണം? y സ്ക്വയറും കൂടി വേണം, എന്നാലേ എന്ത് എഴുതാൻ പറ്റുള്ളൂ? ഡി ഓഫ് എക്സ് വൈ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഹോൾ ഡിവൈഡ് ബൈ y സ്ക്വയർ വേണം. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ യെസ്, ഇവിടെ ആരുണ്ട്? ഒരു y സ്ക്വയർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടൈമിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. ഇവിടെ ബാക്കി ആരുണ്ട്? y dx മൈനസ് എക്സ് ഡി വൈ ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആവും 3x സ്ക്വയർ ഇൻറ്റു y സ്ക്വയർ ഇൻറ്റു e റൈസ് ടു x ക്യൂബ് dx അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ y സ്ക്വയറിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്ത് എഴുതിക്കൊള്ളൂട്ടാവും, കറക്റ്റ് ഈ സ്റ്റെപ്പിലേക്ക് എഴുതാം. അതുപോലെ ടീച്ചർ തന്നെ മാച്ച് ചെയ്തത്. ഓക്കെ, ഇത് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ. ഡെറിവേറ്റീവ് ഓഫ് എന്താണ്? എക്സ് ബൈ വൈ. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നടുവിൽ ഈ കാണാപ്പാടെ പഠിക്കാത്തവർക്ക് എന്താണ് ഈ പറയുന്നത്? സെന്ററിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ കോഷ്യൻ റൂൾ ആയിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക, കാരണം y dx x dy ആണ്. ഇനി എക്സ് ബൈ വൈ ആണോ y ബൈ എക്സ് ആണോ നോക്കണമെങ്കിൽ ആദ്യത്തെ ആളെ നോക്കുക, പോസിറ്റീവ് ഉള്ള ആളുടെ. ഇത് പോസിറ്റീവ് ടൈം അല്ലേ? പോസിറ്റീവ് ടൈമിൽ ഡെറിവേറ്റീവ് ആരാണ് കണ്ടിരിക്കുന്നത്? എക്സിനെയാണ്, അത് ന്യൂമറേറ്ററിൽ. അടുത്ത ആള് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ താഴെ y സ്ക്വയർ വേണമായിരുന്നു, ആ y സ്ക്വയർ ഇവിടുന്ന് വർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ 3x സ്ക്വയർ ഇൻറ്റു e റൈസ് ടു x ക്യൂബ് dx ആണ്. ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് അല്ലായിരുന്നു പറയുന്നത് 3x സ്ക്വയർ അല്ലെ? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും എന്ത് ചെയ്യാം? എക്സ് ക്യൂബിന് എന്ത് കൊടുക്കാം? എക്സ് ക്യൂബ് ഈക്വൽ ടു ടി. എക്സ് ക്യൂബ് ഈക്വൽ ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 3x സ്ക്വയർ dx ഈക്വൽ ടു dt. 3x സ്ക്വയർ dx ഈക്വൽ ടു dt. അതായത് 3x സ്ക്വയറും dxും ചേർന്ന് എന്തായി മാറാണ്? dt ആയിട്ട് മാറാണ്. e റൈസ് ടു x ക്യൂബ് ആരാണ്? ടി. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്തുകൂടെ? രണ്ട് ഭാഗത്ത് എന്ത് ചെയ്യാണ്? ഇന്റഗ്രേറ്റ് ആണ്. ഇന്റഗ്രൽ ഡെറിവേറ്റീവ് കൂടെ പോയി. ഇനി മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലാവാൻ വേണ്ടി വരയ്ക്കുന്നതാണ് കേട്ടോ. അപ്പൊ എന്താണ്? എക്സ് ബൈ വൈ മാത്രമായി ഈക്വൽ ടു e റൈസ് ടു ടിയുടെ ഇന്റഗ്രൽ ആര് തന്നെയാണ്? e റൈസ് ടു ടി പ്ലസ് സി. ഓക്കെ, അപ്പൊ എന്താണ്? എക്സ് ബൈ വൈ ഈക്വൽ ടു e റൈസ് ടു ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. e റൈസ് ടു എക്സ് ക്യൂബ് പ്ലസ് സി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ കേട്ടോ, കറക്റ്റ് ഇവിടെ എഴുതിയിട്ട് e റൈസ് ടു ടി നോക്കിയാൽ മതി ഓപ്ഷൻസ്. ഞാൻ അത് എഴുതി സ്റ്റെപ്പ് എഴുതി സമയം കളയാനൊന്നും നിൽക്കരുത്. ഓക്കെ, അപ്പൊ ഏതാണ് ഓപ്ഷൻ? എക്സ് ബൈ വൈ ഇൻറ്റു e റൈസ് ടു എക്സ് ക്യൂബ് പ്ലസ് സി. യെസ്, ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ. ഇനി എല്ലാ ദിവസം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ തന്നെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമായി. ഏതാണ്? ഇവിടെ ആയില്ലേ? ഇവിടെ ഇപ്പൊ ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ ആണെന്ന് മനസ്സിലായി അല്ലെ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ വൈ എന്തായാലും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെറിവേറ്റീവ് ഇന്റഗ്രൽ പോകുന്നുള്ള ബോധമുണ്ട് അല്ലെ? അപ്പൊ എക്സ് ബൈ വൈ ഈക്വൽ ടു സംതിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോ എന്താ? എക്സ് ബൈ വൈ ഉള്ള ഒറ്റ ഓപ്ഷൻ ഉള്ളൂ, പിന്നെ 3 ഓപ്ഷൻ എല്ലാം ക്യാൻസൽ ചെയ്യും. ഇല്ലാതെങ്കിൽ ഒന്നുകൂടി ചെയ്ത് നോക്കൂ. വേണമെങ്കിൽ ഇതാവാം സംശയമുള്ളവരെ ഒന്ന് ചെയ്ത് നോക്കും. അല്ലാത്തവർക്ക് പെട്ടെന്ന് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e റൈസ് ടു എക്സ് ക്യൂബ് തന്നെ വരുള്ളൂ. കണ്ടാൽ തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. ആ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് അത് കയ്യിലേക്ക് വരണം. ഓക്കെ, അപ്പൊ അത് മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആ ഇക്വേഷൻസ് എല്ലാം പഠിക്കുക. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്യൂ. കുട്ടികളെ, ഇത് 2007 ചോദ്യമാണ്, ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ് ചോദ്യം? The solution of the differential equation dy by dx equal to y by x plus phi of y by x all divided by phi dash of y by x. Yes, is ഇതാണ് ചോദിക്കുന്നത്. ഇതിന്റെ സൊല്യൂഷൻ കണ്ടത് അല്ലേ? അപ്പൊ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? x into phi of y by x equal to k. Second option, phi of y by x equal to kx. Third option, y into phi of y by x equal to k. Fourth option, phi of y by x equal to ky. Fifth option, phi of y by x equal to k into e raised to y by x. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ഒന്ന് എന്ത് ചെയ്യണം? ഇതൊന്ന് പൊളിച്ചെഴുതണം അല്ലെ? അപ്പൊ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ എല്ലാം ഫൈലാണ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx ഉള്ള ഡെറിവേറ്റീവും പോണം, അതുപോലെ തന്നെ ഫൈ ഡാഷിലുള്ള ആ ഫൈന്റെ ഡെറിവേറ്റീവും കൂടെ പോണം. ഫൈ ഡാഷ് എന്ന് പറഞ്ഞാൽ ഫൈന്റെ ഡെറിവേറ്റീവ് ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ആളുടെ ഫംഗ്ഷൻ ആണ്, y by x ന്റെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ ഓക്കെ, അപ്പൊ നമുക്കൊന്ന്
ഒന്ന് അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോവാണ്. അപ്പൊ എന്ത് വരും? y ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് y ബൈ എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു അല്ല പ്ലസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് y ബൈ എക്സ് അല്ലെ, ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് y ബൈ എക്സ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അഞ്ചാം ഡിവിഷനെ പ്രത്യേകം കൊണ്ടുവരാം. ഇവിടെ എന്തുണ്ട്? dy ബൈ dx ഉണ്ട് അല്ലെ. അപ്പൊ ഇത് പ്രത്യേകം കൊണ്ടുവരുമ്പോൾ എന്ത് വരും? എക്സ് ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് y ബൈ എക്സ് ഇൻറ്റു ഇവിടെ പിന്നെ ആരുണ്ട്? dy ബൈ dx. മക്കളെ ഡിനോമിനേറ്ററിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഉള്ളൂ, മൾട്ടിപ്ലൈ ചെയ്തേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഈക്വൽ ടു എന്താണ് ഇവിടെ ബാക്കിയുള്ളത്? y ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് y ബൈ എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഫൈ ഓഫ് y ബൈ എക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? ഫൈവ് ഡാഷുകളൊക്കെ സെറ്റ് ചെയ്യാം. നമുക്കത് ഫൈവ് ഡാഷ് ഫൈവ് മോചിപ്പിക്കണ്ടേ? അപ്പൊ ഫൈവ് ഡാഷുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ ടേമിൽ ഫൈവ് ഡാഷിന്റെ ഇവിടെ ഉണ്ട് ഫൈവ് ഡാഷ് അല്ലെ. അപ്പൊ ഈ ഫൈവ് ഡാഷിന്റെ ടേമിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാണ്. അതിന്റെ ഒപ്പം തന്നെ ഫൈവ് ഡാഷിന്റെ ടീച്ചർ പുറത്തേക്ക് എടുക്കണം. ഓക്കെ, അപ്പൊ ഇതിനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഇത് പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. എന്നിട്ട് ഫൈവ് ഡാഷിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഫൈവ് ഡാഷ് ഓഫ് y ബൈ എക്സിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ടേമിൽ ആരെങ്കിലും ഇയാൾ പോകുമ്പോ പിന്നെ എക്സ് ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് അല്ലെ. ഇനി ഇവിടെ ഉണ്ടാവും ഇപ്പുറത്തെ ആൾ പോകുമ്പോ മൈനസ് വൈ ഓക്കെ അല്ലെ. ഈക്വൽ ടു പിന്നെ ആരോടെ ബാക്കിയുള്ളത്? എക്സ് ഇൻറ്റു ഫൈ ഓഫ് y ബൈ എക്സ്. ഓക്കെ, ഇപ്പൊ ഇങ്ങനെയാണ് കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനുള്ള നോക്കിയേ, എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ്. അങ്ങനെയാണെങ്കിലോ, അതായത് എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് ഡി ഓവർ ഡി എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1 ആണ് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അവിടെ ഡി വൈയും ഡി എക്സും ആണെന്ന് വാശം പിടിക്കരുത്. ഇവിടെ എക്സ് വെച്ചാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? ഡി വൈ ബൈ ഡി എക്സ്. വൈ ഡാഷ് അല്ലേ എഴുതാറുള്ളത്. മൈനസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 1. ഇത് കോഷൻ റൂളിംഗല്ലേ പോകുന്നത്. അപ്പൊ ഇത് ആരുടെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്? വൈയുടെ ഡെറിവേറ്റീവ് ആണ് മുകളിലുള്ളത്. അപ്പൊ എന്താണ്? വൈ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് ആക്കാം അല്ലെ. ഇതിലെന്തൊക്കെ എഴുതാം? വൈ ബൈ എക്സിന്റെ ഡെറിവേറ്റീവ് ആക്കി എഴുതാം. അപ്പൊ കറക്റ്റ് അല്ലേ? വൈയുടെ ഡെറിവേറ്റീവ് ഇൻറ്റു എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ഹോൾ ഡിവൈഡ് ബൈ എന്ത് കൂടെ വേണം? ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ കൂടെ ഉണ്ടെങ്കിൽ വൃത്തിയായി അല്ലെ. അപ്പൊ നമുക്ക് ഈ ഫോമിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് അപ്പൊ വൈ ബൈ എക്സ് കണ്ടോ? അപ്പൊ എല്ലാം വൈ ബൈ എക്സിന്റെ ഫോമിലേക്ക് വരും. അതിനോട് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ടെങ്കിൽ ഭംഗിയാണ്. അപ്പൊ ഇപ്പുറത്ത് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാം? ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ചെയ്യാം. ഇവിടെ ഒരു എക്സും എക്സും എന്താവും? ക്യാൻസൽ ആയിട്ട് പോകും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക? ഇതെന്തായി മാറി? ഡെറിവേറ്റീവ് ഓഫ് വൈ ബൈ എക്സ് ആയി മാറി. അപ്പോൾ ബാക്കിയായിട്ട് ഫൈവ് ഡാഷ് ഓഫ് വൈ ബൈ എക്സ് ഇൻറ്റു ഇതാരായി മാറി? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ബൈ അല്ല വൈ ബൈ എക്സ് ഈക്വൽ ടു എക്സ് എക്സ് ക്യാൻസൽ ആയിട്ട് എന്താ വരിക? ഫൈവ് ഓഫ് y by x divided by x. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. 5 ഡാഷ് ഇവിടെ ഈ 5നെ കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 5 ഡാഷ് ഓഫ് y by x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y by x ഹോൾ ഡിവൈഡ് ബൈ 5 ഓഫ് y by x ഈക്വൽ ടു x. ഇനി ഇന്റഗ്രേറ്റ് ചെയ്തൂടെ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, 5 ഇതൊരു ഫംഗ്ഷനകത്ത് വേറെ ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? y by x എന്ന് കൊടുക്കുക ചെയ്യുക, t തന്നെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? 5 ഓഫ് y by x. അപ്പൊ ആദ്യം അതിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? 5 ഓഫ് y by x ന് t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ 5 ഒരു ഫംഗ്ഷനുള്ള വേറെ ഫംഗ്ഷൻ വന്നുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. 5ന്റെ ഉള്ളിൽ y by x ഉണ്ട്. 5 ഓഫ് y by x ഈക്വൽ ടു t ആണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ആദ്യം 5ന്റെ ഡെറിവേറ്റീവ്. 5ന്റെ ഡെറിവേറ്റീവ് എന്താ? 5 ഡാഷ് ഓഫ് y by x ഇൻറ്റു ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ്. ഉള്ളിൽ ആരാ? y by x അല്ലേ. y by x ന്റെ ഡെറിവേറ്റീവ് എന്താ? d by d ഓഫ് y by x അല്ലേ, ഈക്വൽ ടു dt. t ഡെറിവേറ്റീവ് അങ്ങനെയല്ലേ ചെയ്യാ. ആദ്യം എന്താ ചെയ്തത്? 5ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ്. ഉള്ളിൽ തന്നെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് y by x ഈക്വൽ ടു dt. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെന്തായി മാറി? നോക്കി നമ്മളെ ഈ ന്യൂമറേറ്റർ ഫുൾ ആറായി മാറി, dt ആയിട്ട് മാറി. അപ്പൊ എന്താ വരുന്നത്? സ്ഥലമില്ല അല്ലെ. അപ്പൊ എന്താ വരുന്നത്? അപ്പൊ ഓക്കെ, രണ്ട് സൈഡിലും നമുക്ക് എന്ത് ചെയ്യാം? എക്സ് വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരും? 1 ബൈ അങ്ങനെ വരിക. ഇന്റഗ്രൽ 1 ബൈ ടി അല്ലെ. 1 ബൈ ടി ഇന്റഗ്രൽ എന്താണ്? ലോഗ് ടി. ലോഗ് ടി ടീച്ചർ എഴുതുന്നില്ല കേട്ടോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ടീച്ചർ, ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ലോഗ് ടി. ലോഗ് ടി എന്താ? ടി ആരാ? 5 ഓഫ് y by x ഈക്വൽ ടു 1 ബൈ x ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് x dx വെച്ച് എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. 1 ബൈ x ഇന്റഗ്രൽ എന്താ? ലോഗ് x പ്ലസ് ആര് പ്ലസ്. ഓക്കെ, ഇതാണല്ലോ.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലോഗിനെ പ്രതികൊണ്ട് വരുമ്പോ ലോഗ് ഫൈ ഓഫ് y by x മൈനസ് ലോഗ് എക്സ് ഈക്വൽ ടു സി. അങ്ങനെയല്ലേ വരിക? ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ ബൈ ബി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എ ബൈ ബി. സ്റ്റെപ്പ് ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഡയറക്റ്റ് എഴുതാം കേട്ടോ. ഫൈ ഓഫ് y ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഈക്വൽ ടു സി. നമ്മുടെ ഓപ്ഷനിലൊന്നും ലോഗ് ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ലോഗ് കാണണം. ലോഗ് കാണണമെങ്കിൽ ആരെ വിളിക്കണം? ഈ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിളിക്കണം. അപ്പൊ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ ലോഗ് ക്യാൻസൽ ആവും. അപ്പൊ എന്തുണ്ടാവും ഇവിടെ? ഫൈ ഓഫ് y by x divided by x equal to e raised to c. ഓക്കെ, അപ്പൊ e raised to c നെ എന്ത് വിളിക്കുക? ഒരു k എന്ന് വിളിക്കുക. കാര്യം കഴിഞ്ഞില്ലേ? e raised to c നെ ഒരു k എന്ന് വിളിക്കുക. അപ്പൊ ഫൈ ഓഫ് y by x എന്താ വരിക? ഇവിടെ ഇവിടെ ഫൈ ഓഫ് y by x equal to k into x. k ആണ് e raised to c നെ ടീച്ചർ എന്ന് വിളിച്ചു, k എന്ന് വിളിച്ചു. ഈ x നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ടു. അപ്പൊ എന്താണ് ഓപ്ഷൻ വരുന്നത്? ഫൈ ഓഫ് y ഇവിടെ ഇല്ല. ഫൈ ഓഫ് y by x equal to x. ഓപ്ഷൻ ബി. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ചോദ്യം ആയതുകൊണ്ടാണ് ടീച്ചർ എന്ത് ചെയ്തത്, അതൊന്നും കൂടെ എടുത്തത്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ നമ്മൾ 2003 ചോദിച്ചിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണത്, ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ അത് എങ്ങനെ ചെയ്യാമെന്നതിന്റെ സൂത്രം പറഞ്ഞു തരാം. The solution of the differential equation x plus y into dx minus dy equal to dx plus dy is, okay, options എന്തൊക്കെയാണ്? x minus y equal to k into e raised to x minus y. Second option, x plus y equal to k into e raised to x plus y. Third option, x plus y equal to k into x minus y. Fourth option, x minus y equal to k into e raised to x plus y. Fifth option, x plus y equal to k into e raised to x minus y. Okay, അപ്പൊ ഇതാണ് ഓപ്ഷൻസ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, വേറെ നിർത്തിയില്ല. ഇവിടെ എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം, സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാം? എക്സ് ഡി എക്സ് മൈനസ് എന്താണ്? എക്സ് ഡി വൈ പ്ലസ് വൈ ഡി എക്സ് മൈനസ് വൈ ഡി വൈ ഈക്വൽ ടു ഡി എക്സ് പ്ലസ് ഡി വൈ. ഇത് ഫോർമുല വെച്ച് ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം? ഒരു എക്സ് ഡി വൈയുടെ കൂടെ ആര് വേണം? ഒരു വൈ ഡി എക്സ് വേണം അല്ലെ? എക്സ് ഡി വൈയും വൈ ഡി എക്സ് വേണം. അപ്പൊ ഒരെണ്ണം പ്ലസ് ഒരെണ്ണം മൈനസ് ആണ് അല്ലെ? അപ്പൊ താഴെ എന്തിന്റെ ആവശ്യമുണ്ട്? താഴെ ആരുടെ ആവശ്യമുണ്ട്? വൈ ഒരു എന്ത് വരണം? എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ അല്ല വൈ സ്ക്വയർ വരേണ്ടി വരും. അപ്പൊ വൈ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ അപ്പുറത്തും ചെയ്യണം. കുറച്ച് ബുദ്ധിമുട്ടിലേക്ക് ഇത് പോവും. അപ്പൊ നമ്മളിത് കാണുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുമ്പോൾ ഫോർമുല വെച്ച് ചെയ്യാനുള്ള പോവുക. അത് ഫോർമുല വെച്ച് കിട്ടില്ല, ചെയ്ത് പോയി വരുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വേറെ രീതിയിൽ എന്ത് ചെയ്യുന്നു? ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ആയിട്ട് മാറ്റുന്നു. ഡി വൈ ബൈ ഡി എക്സ്. അപ്പോ ഞാനിപ്പോ ഇത് പറഞ്ഞു തരാൻ കാരണം ഇതുപോലെ വേറെ രീതിയിലും പ്രോബ്ലംസ് ചെയ്യാം. അത് എവിടെ നിന്നാണ് ഞാൻ പറഞ്ഞത്? നമുക്ക് ഇപ്പൊ ഇതൊന്ന് നോക്കാം. എന്താണ് വരിക? ഡി വൈ ബൈ ഡി എക്സ് അല്ലെ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഡി വൈ ഉള്ള ടേമുകളൊക്കെ അടുത്തേക്ക് കൊണ്ടുവരാം. ഇവിടെ ഡി വൈ, ഇവിടെ ഡി വൈ. ഓക്കെ, ഡി വൈകളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഡി എക്സുകളൊക്കെ ഇപ്പുറത്ത് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഡി എക്സിന് ഇവിടെ എക്സ് ഉണ്ട് അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ, ഈ പ്ലസ് ഡി എക്സ് ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ഡി എക്സ്. അതിനുള്ളിൽ നിന്നൊക്കെ ആര് പുറത്തേക്ക് വിളിക്കുകയാണ്? ഡി എക്സിനെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ എക്സ് ഡി എക്സ് മുമ്പ് എക്സ് മാത്രമായി, വൈ ഡി എക്സ് മുമ്പ് വൈ മാത്രമായി, ഈ പ്ലസ് ഡി എക്സ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് ഡി എക്സ്. ഓക്കെ, അപ്പൊ അത് ഡി എക്സ് മുമ്പ് മൈനസ് ഈക്വൽ ടു ഇവിടെ ഡി വൈ പോലെ പുറത്തേക്ക് വിളിക്കുക. അപ്പൊ ഇവിടെ എന്താ വരിക? മൈനസ് ഡി വൈ പ്ലസ് എക്സ് ആയി ഉണ്ടാവും അല്ലെ? മൈനസ് വൈ, അപ്പൊ എന്താ ഉണ്ടാവും? പ്ലസ് വൈ ആയിട്ടുണ്ടാവും അല്ലെ? ഇവിടെ ആരുണ്ട്? പ്ലസ് ഡി വൈ ഉണ്ടാവും, പ്ലസ് വൺ ഡി വൈ. ഓക്കെ, അപ്പൊ ഈ ടേമുകളൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടുമ്പോ സൈൻ മാറിയിട്ടുണ്ടാവും, അത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ആണ് വേണ്ടത്. അപ്പൊ ഈ ഡി എക്സിനെ ഈ ഡി വൈയുടെ ചോട്ടി കൊണ്ടുവരിക, ഡി വൈ ബൈ ഡി എക്സ്. ഇപ്പുറത്തുള്ള ആളെ ഇവിടേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് വരും? എക്സ് പ്ലസ് വൈ മൈനസ് വൺ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് വൺ. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമുക്ക് നോക്കിയാൽ കാണാം, കണ്ടോ? ഇവിടെ ഇത് സെയിം ആണ്. എക്സ് പ്ലസ് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ്, പ്ലസ് മൈനസ് ഒരു കോൺസ്റ്റന്റ് അല്ലെ? താഴെ എന്താണ്? എക്സ് പ്ലസ് വൈ പ്ലസ് ഒരു കോൺസ്റ്റന്റ്. ഈ രണ്ട് ഭാഗം എന്താണ്? മുകളിൽ എക്സ് പ്ലസ് വൈ ആണ്, സെയിം ആണ്. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും, എന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇതിപ്പോ നമ്മൾ ഇത്രയും ഭാഗം കണ്ടുപിടിച്ചിട്ടാണ് സോൾവ് ചെയ്യുന്നത്. ഇങ്ങനെ തരുമ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറയാൻ പോകുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ടീച്ചറുടെ കാണിച്ചിരുന്നത്. നോക്കുക, ഈ കോമൺ ആയിട്ട് വരുന്ന സംഭവം എന്താണ്? എക്സ് പ്ലസ് വൈ, അതിനെ വി എന്ന് വിളിക്കും. എന്താ വിളിക്കുന്നത്? വി എന്ന് വിളിക്കുക. ഇനി കംപ്ലീറ്റ് വിയിലേക്ക് ആക്കി മാറ്റാൻ പോകും. ഇത് ഹോമോജീനിയസ് മോഡലുള്ള ഒരു പ്രോബ്ലം ആണ്.
ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ dy/dx ഈക്വൽ ടു വിയുടെ ഡെറിവേറ്റീവ് എന്താ വി എക്സിന്റെ വൈന്റെ ഫംഗ്ഷൻ ആണ്. അപ്പൊ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ വരിക dv/dx. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം മുഴുവൻ നമ്മൾ വിയിലേക്ക് മാറ്റാൻ പോവാ. അപ്പൊ എക്സ് പ്ലസ് വൈ ഉള്ളടത്തൊക്കെ വി കൊടുക്കുക. അപ്പൊ v - 1 ഡിവൈഡഡ് ബൈ v + 1 ഈക്വൽ ടു dy/dx അല്ലേ. അപ്പൊ dy/dx ന് പകരം നോക്കൂ, ഇവിടെ dy/dx ന് +1 അപ്പുറത്ത് കൊണ്ടുപോയി എന്ത് വരും dv/dx -1 അങ്ങനെയല്ലേ വരിക. അപ്പൊ അവിടെ എന്ത് എഴുതാണ് dv/dx -1. മനസ്സിലായോ? അപ്പൊ dy/dx നെ മാറ്റി dv ന്റെ ടേബിളായിട്ട് മാറ്റി എഴുതി. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, ഇനി വാരിയബിൾ സെപ്പറേറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ +1 ഉണ്ടാവും. v - 1 ഡിവൈഡഡ് ബൈ v + 1 ഈക്വൽ ടു dv/dx. നമ്മൾ ഇനി എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക അല്ലെ. അപ്പൊ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും, v - 1 ഓൾറെഡി ഉണ്ട് പ്ലസ് 1 × v + 1 v + 1 all divided by v + 1 equal to dv/dx അല്ലെ. അപ്പൊ +1 ഉം -1 ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ ബാക്കി ആരാണുള്ളത് 2v divided by v + 1 which is equal to dv/dx. ഓക്കെ. അപ്പൊ ഇത് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ആരുടെ ഫംഗ്ഷൻ ആണ്, വിയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. ഓക്കെ. അതിനൊപ്പം തന്നെ എന്ത് ചെയ്യുക, dx നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ എക്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് dx ഒറ്റയ്ക്ക് എഴുതി. അപ്പൊ ഇത് ഇപ്പുറത്തേക്ക് വരുമ്പോ തലതിരിയും അല്ലെ, റെസിപ്രോക്കൽ ആവും. റെസിപ്രോക്കൽ ചെയ്യുമ്പോൾ എന്ത് വരും v + 1 ഡിവൈഡഡ് ബൈ 2ev dv. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, dx ഈക്വൽ ടു ഈ 1/2 നെ പിടിച്ച് പുറത്തേക്കാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തായി മാറും, v യോട് ഡിവൈഡ് ചെയ്യുമ്പോൾ v + 1 രണ്ടുപേരും v കൂടെ ഡിവൈഡ് ചെയ്യുക. v ഡിവൈഡ് ചെയ്യുമ്പോൾ 1 + 1/v d. ഓക്കെ. ഇപ്പൊ വാരിയബിൾ സെപ്പറബിൾ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എക്സിന് dx ന്റെ ഇന്റഗ്രൽ x ആണ്. ഇവിടെ 1/2 dx പിടിച്ച് പുറത്തേക്ക് ഇട്ടു. ഇനി എന്ത് ചെയ്യാണ്, v വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എന്ത് വരും, 1 ന്റെ ഇന്റഗ്രൽ എന്താ x അല്ല കേട്ടോ, v ആണ്. dv ആണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ v പ്ലസ് 1/v എന്താണ് log v പ്ലസ്. ഓക്കെ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ ലോഗ് ഒന്നും ഇല്ല, e ആണ്. അപ്പൊ ലോഗ് കളയണം. അപ്പൊ എന്ത് ചെയ്യണം, ഈ 2 നെ പ്രതി കൊണ്ടുവരുമ്പോൾ എന്ത് വരും 2x ഈക്വൽ ടു ഇവിടെ എന്താ വരിക v പ്ലസ് log v പ്ലസ് c log v പ്ലസ് c. അപ്പൊ ലോഗിനെ അവിടെ നിർത്തുക. ബാക്കി എല്ലാവരും നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും 2x - v - c ഈക്വൽ ടു log v. ഓക്കെ. ഇനി ലോഗ് കളയാൻ നമ്മൾ എന്ത് ചെയ്യണം, e കൊടുക്കണം അല്ലെ. അപ്പൊ e കൊടുക്കുമ്പോൾ എന്ത് വരും, മുഴുവൻ ഈയുടെ മുകളിൽ വരും 2x - v - c ഈക്വൽ ടു log v. e ക്യാൻസൽ ആവും. ബാക്കി അതിന് മാത്രമേ ഉണ്ടാവുള്ളൂ, v മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v ആരാണെന്ന് ഓർമ്മയുണ്ടോ, v ആരാണ് x + y. അപ്പൊ v ഉള്ളടത്തൊക്കെ എന്ത് ചെയ്യാം, x + y കൊടുക്കാം. അപ്പൊ എന്താ വരിക e⁻²x മൈനസ് v കൊടുക്കുമ്പോ -x - y. ഇനി ആരുണ്ട് -c which is equal to v എന്താണ് x + y. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ വരിക, ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് നോക്കുക, ഇവിടെ ഈ സ്പേസിൽ എഴുതണം കേട്ടോ. അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് എഴുതണേ. അപ്പൊ എന്താ വരുന്നത് 2x - x. അപ്പൊ e⁻² എന്ത് വന്നു 2x - x e⁻x പിന്നെ -y പിന്നെ -c which is equal to x + y അല്ലെ. അപ്പൊ നോക്കുക, ഈ -c നമുക്ക് എന്ത് ചെയ്യാം, പവറുള്ള മൈനസ് താഴത്തേക്ക് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഴുതാം അല്ലെ. അപ്പൊ e⁻x - y, കാരണം e⁻x - y ഈയുടെ പവറിൽ ആരുള്ളൂ, കോൺസ്റ്റന്റ് ഒന്നും കാണാനില്ല ഇല്ലല്ലോ. e⁻x - y into e⁻c എന്ന് വിളിക്കാം ഈക്വൽ ടു x + y. ഇനി ഈ മൈനസ് എന്ന് എന്ത് വിളിക്കുക, ഈ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക k. അപ്പൊ e⁻x - y ഈക്വൽ ടു x + y. ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പിൽ വെച്ചിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് നമുക്ക് നിർത്താം. x + y ഈക്വൽ ടു എന്നാണ്. അപ്പൊ x + y ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ അല്ല, x - y എന്നാണ്. ഓപ്ഷൻ ഡി അല്ല, x - y ആണ്. അപ്പൊ ഈ രണ്ട് ഓപ്ഷൻ ഉണ്ട് അല്ലെ. ഇനി ഈയുടെ പവറിൽ എന്താണ് നോക്കി, ഇവിടെ തന്നെ അറിയാം e⁻x - y ആണ് അല്ലെ. e⁻x - y. അപ്പൊ e⁻ കണ്ടോ, അപ്പൊ ഈ ഓപ്ഷൻ റെഡി ആണ്. e⁻x + y ആണോ തരുന്നത്. പിന്നെ ഇവിടെ e ഇല്ല, ഇത് ക്യാൻസൽ ആയി. അപ്പൊ ഏത് ഓപ്ഷൻ വരിക, ഓപ്ഷൻ ഇ. അപ്പൊ ഓപ്ഷൻ ഇ എന്താ പറയുന്നത്, e⁻x - y ഈക്വൽ ടു k x + y ഈക്വൽ ടു k into e⁻x - y. അപ്പൊ ഓപ്ഷൻ ഇ ആണ് ആൻസർ. ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ എത്തുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും, ആൻസർ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിപ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇതിപ്പോ നമ്മളെ നോക്കൂ, ഇങ്ങനെ ആയിരിക്കും ചോദിക്കാട്ടോ. ഈ പോർഷൻ ആയിരിക്കും നിങ്ങളോട് ചിലപ്പോ ചോദിക്കുക. ഇവിടെ x + y ക്ക് വരും 2x - 3y, താഴെ 2x - 3y അങ്ങനെയൊക്കെ
ചോദിക്കാം. അപ്പൊ അങ്ങനെ ഒരുപോലെ വരികയാണെങ്കിൽ അത് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സാധാരണ പോലെ ചെയ്യുക. അപ്പോൾ വാരിയബിൾ സെപ്പറബിളിലേക്ക് വരും, പിന്നെ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും ഓപ്ഷനിലേക്ക് നോക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട്. ചിലപ്പോൾ പകുതി എത്തുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കിയാൽ ബാക്കിയുള്ളത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുണ്ടാവും. അപ്പൊ ബാക്കി ചെയ്ത് സമയം കളയണ്ട. സമയം കളയലല്ല നമ്മുടെ ഇവിടെ, നമ്മൾ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നതല്ല, എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് കാര്യം. ഓക്കെ, അപ്പോ ശരിയായ വഴിയിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുക, ഈ സംഭവം കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ക്ലാസ് നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ് നമ്മൾ എന്താണ് ഇന്ന് വെക്റ്റർ ഓൾജിബ്രയിലേക്ക് പോവാണ്. അപ്പൊ വെക്ടറിന്റെ കുറച്ച് ബേസിക്സ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരും. ഓക്കെ, ബൈ.